ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാളെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കടയിലേക്ക് ഇന്ന് പോകാൻ നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോണത് കാരണം സാധനങ്ങളൊന്നും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പോയി വരുമ്പോഴേക്കും എന്താണെങ്കിലും കേടുവരും. പിന്നെ നമ്മൾ ഒന്നിന്ന് തുടങ്ങണം കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിയതായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അത്യാവശ്യത്തിനുള്ളത് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചു വെച്ചത്. ഈ ഒരാഴ്ച ഞാൻ ആ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. പിന്നെ ഈ ഒരാഴ്ച നല്ല തിരക്കായിരുന്നു. എനിക്ക് കടയിൽ പോകാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീട് ക്ലീൻ ചെയ്യലും പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടിയിടലും മുറിക്കൽ പറഞ്ഞിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് അവധി ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നു കേട്ടോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ മോൻ തന്നെയാണ് കേട്ടോ ഈ ട്രോളി തള്ളുന്നത്. ഇത് തള്ളുന്നതിൻ്റെ ഉദ്ദേശം വന്നിട്ട് ഈ താഴെ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ അറിയാണ്ട് ഇടയ്ക്ക് എടുത്ത് ഇതിൽ വെക്കും കേട്ടോ. വന്നതിൻ്റെ ഈ ഒരു മൾബറി എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനതുകൊണ്ട് വേണ്ടാന്ന് വേണ്ട അവിടെ തന്നെ വെപ്പിച്ചു. നമ്മളൊരു സ്ട്രോബെറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കയാണെങ്കിൽ കുറച്ച് ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. പിന്നെ മോനാണെങ്കിൽ അതിനിടയ്ക്ക് ഇതൊക്കെ എടുത്ത് വലിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടെടുത്തത് കേട്ടോ. ഇത് വന്നിട്ട് അവക്കാഡോ കൊണ്ട് നല്ല വലിപ്പമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ളത് കാണുന്നത്. ഇതിനിടയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. ഞാനതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. ഇടയ്ക്ക് അവിടെ നിന്നിട്ട് ഇതുപോലെ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും. ഞാൻ അങ്ങനെ കൂട്ടിയിട്ട് പോയി. പിന്നെ നമുക്ക് കുറച്ച് ബീഫ് വാങ്ങണമായിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ അറുത്ത ബീഫൊന്നും കിട്ടില്ല കേട്ടോ. ലുലുവിൽ വരുമ്പോൾ മാത്രം ഞങ്ങൾ ബീഫ് വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫും കുറച്ച് ലിവറെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷിൻ്റെ അവിടെ പോയപ്പോൾ കുട്ടികളത് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വാങ്ങിച്ചില്ല കേട്ടോ. ബീഫ് വാങ്ങിച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒരു പെട്ടി പിയേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ചീസ് എടുത്തു. പിന്നെ ഈ ഒരു പുഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് മോൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മുട്ടായി എടുത്തിട്ടുണ്ടായിരുന്നു. വേറെയൊക്കെ വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരെണ്ണം എടുത്തു കൊടുത്തു. പിന്നെ കുട്ടികൾക്കുള്ള ബൂസ്റ്റ്, ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് ചോക്കോസ്, കുറച്ചല്ല ഒരു പാക്കറ്റ് ചോക്കോസ്. പിന്നെ മോൻ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ഒരു ബൂസ്റ്റിൻ്റെ മിൽക്ക് ഷേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ സോപ്പ്, പിന്നെ പഞ്ചസാര, അങ്ങനെ അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്കാണെങ്കിൽ ഇക്ക ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. ഈ ഒരു സാധനം ഇത് വന്നിട്ട് നമ്മുടെ നാട്ടിൽ പോത്തൻചകിരി എന്നാണ് കേട്ടോ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇത് പോത്തൻചകിരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിടക്കുന്ന റോഡ് സൈഡെല്ലാം കിടക്കുന്നത്. പക്ഷേ ആൾ ഇവിടെ വന്നപ്പോൾ ആൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാൻ പോയതാണ്. അപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് മോൻ എന്തെങ്കിലും എടുത്തിടുന്നു. മോൻ എടുത്തിട്ടതാണ് കേട്ടോ. പിന്നെ അത് ഞാൻ ബില്ല് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ല് ചെയ്ത് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണ്ടോ. ഇതിനിടയ്ക്ക് ഒരു ബൂമർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൂമർ എടുത്ത് അവിടെ തന്നെ തിന്നിയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇക്കാക്കൊന്ന് കണ്ണ് ഡോക്ടറിനെ കാണിക്കും. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് വന്നപ്പോഴാണ് മോള് പറഞ്ഞത് ഇവിടെ പാർക്കും തിയേറ്റർ എല്ലാം വന്നിട്ടുണ്ടെന്ന്. അവിടെ ഞങ്ങൾ സെക്യൂരിറ്റിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന്. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് വന്നിട്ട് കല്യാൺ സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിലാണ് കേട്ടോ. ഇത് വന്നിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നത് അവർ കുട്ടികൾക്കുള്ള ബലൂൺ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോൾ കുട്ടികൾ അതി ഓടിക്കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു.